ബണ്ണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ അത് തന്നെ ബൺമസ്കയും ഇറാനി ചായയും. അപ്പോൾ ഇനി ഇതുണ്ടാക്കാൻ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്ന ഈ ബണ്ണ് ഒരു സമയം വരെ പനി വരുമ്പോൾ മാത്രമാണ് നമ്മൾ കഴിച്ചിരുന്നത്. ഇപ്പോൾ അത് കഴിക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ബട്ടറിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ടേസ്റ്റിന് കുറച്ച് വാനില എസൻസും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് ക്രീം ഉണ്ടാക്കി. ബണ്ണിനൊന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം. സ്പൈസസും ചായപ്പൊടിയും നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ച് അതിൽ പാല് ചേർത്താണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരുപാട് വീഡിയോസിൽ ഇത് കണ്ട് കൊതി തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് ഈ ബണ്ണിൽ ഈ ക്രീം നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രെൻഡിങ് വരുന്നത് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടൻറ്റും കൂടിയായി. ഉണ്ടാക്കാനായിട്ടത് സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോൾ ബണ്ണിൻ്റെ സമയമാണ്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. എല്ലാവരും പറയണത് ചായയിൽ മുക്കി കഴിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം.